UDF സർക്കാർ അധികാരത്തിലേറി 100 ദിവസം പിന്നിട്ടിട്ടും സർക്കാരിന്റെ ഉറപ്പ് നടപ്പായില്ല. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പെൻഷൻ ലഭിക്കാനുള്ള സർവീസ് കാലയളവ് 4 വർഷമാക്കുമെന്ന പ്രഖ്യാപനമാണ് നടപ്പിലാകാത്തത്. ഇക്കാര്യം വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. നിലവിലെ ഇളവുകൾ തുടരുന്നതിനെതിരെ വലിയ വിമർശനം ഉയരുന്നുമുണ്ട്. UDF സർക്കാരിന്റെ തുടക്കത്തിൽ UDF സൈബർ ഹാൻഡിലുകളും മാധ്യമങ്ങളും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പെൻഷൻ ലഭിക്കാനുള്ള കുറഞ്ഞ സർവീസ് കാലയളവ് 4 വർഷമാക്കി ഉയർത്തുമെന്ന വലിയ പ്രചാരണം നൽകിയിരുന്നു. എന്നാൽ പ്രഖ്യാപനത്തിന്റെ ഔദ്യോഗിക ഉത്തരവ് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ലെന്നാണ് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത്. നിലവിൽ 2 വർഷവും 1 ദിവസവും സർവീസ് പൂർത്തിയാക്കുന്നവർക്ക് സർവീസ് കാലയളവ് റൗണ്ട് ഓഫ് ചെയ്ത് 3 വർഷമാക്കി കണക്കാക്കി പെൻഷന് അർഹത നേടാൻ സാധിക്കും. 5 വർഷത്തെ ഭരണത്തിനിടെ 2 വർഷം കഴിയുമ്പോൾ നിലവിലെ സ്റ്റാഫുകളെ മാറ്റി പുതിയ ആളുകളെ നിയമിക്കുകയും 2 കൂട്ടർക്കും തടസ്സമില്ലാതെ ആജീവനാന്ത പെൻഷൻ ഉറപ്പാക്കുകയും ചെയ്യുന്ന മുൻരീതി ഇപ്പോഴും തടസ്സമില്ലാതെ തുടരുകയാണ്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനം സംബന്ധിച്ച നടപടികൾ സർക്കാർ അധികാരമേറ്റ് 3 മാസം പിന്നിട്ടിട്ടും പൂർത്തിയായിട്ടില്ലെന്നും വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. പെൻഷൻ മാനദണ്ഡം പരിഷ്കരിക്കുന്ന കാര്യത്തിൽ അന്തിമ സർക്കാർ ഉത്തരവ് വരാത്ത പശ്ചാത്തലത്തിൽ നിലവിലുള്ള ഇളവുകൾ തുടരുന്നതിനെതിരെയും വൻ വിമർശനമാണ് ഉയരുന്നത്. ജനം, കൊച്ചി.